അവരൊക്കെ പോയോ? ഇല്ല, പോയില്ല. അവർക്ക് ചായ മേടിക്കാൻ പോയ ആളാ. എവിടെയായിരുന്നു ഇതുവരെ? എടി, എവിടെ ചെന്നിട്ട് ചായയില്ല, കാപ്പി മാത്രമുണ്ട്. പിന്നെ അവസാനം ഒരിടത്തുനിന്ന് കിട്ടി. ഈ വേല വിശാലത്തിന് മനസ്സിലാകലെന്ന് കരുതണ്ട കേട്ടോ. ചായ മേടിക്കാൻ വിട്ടതിലുള്ള പ്രതികാരം. സ്വന്തം മകളോട് പോലും സ്നേഹമില്ലാത്തൊരു ശത്രു. പറഞ്ഞാൽ വിശ്വസിക്കുന്നറിയില്ല. അന്ന് ആദ്യമായി ലേഖ കണ്ടില്ലേ? ആ നിമിഷം ലേഖയുടെ മനസ്സിലേക്ക് ഓടി കയറിയതാണ്. അതിനുശേഷം രാവും പകലും ലേഖ എന്നോട് ഒന്നിച്ചുണ്ട്. എന്നെ കണ്ടപ്പോ ലേഖയ്ക്ക് എന്തെങ്കിലും തോന്നിയോ? ഇത് കഴിഞ്ഞ ജന്മത്തിലെ പരിചയമാണ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആത്മബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല. ലേഖയ്ക്ക് എന്ത് തോന്നുന്നു? പറയൂ, എന്ത് തോന്നി? എനിക്കറിയാൻ വയ്യ. ഇത് ഒരുതരം ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മൾ ഈ പട്ടണത്തിൽ വെച്ച് കണ്ടുപിടുന്ന വല്ല കാര്യമുണ്ടോ? ലേഖ എന്റെ മുഖത്തേക്ക് നോക്ക്. എനിക്ക് ലേഖ ഇഷ്ടമാണ്. ലേഖയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? ഇഷ്ടമല്ലെങ്കിൽ അത് ധൈര്യമായി പറയൂ. പറയൂ, പറയൂ. ഇഷ്ടമാണ്. എന്നാൽ ദൈവനിശ്ചയം തെറ്റിക്കണ്ട. എന്റെ സിനിമ റിലീസാകുന്ന അന്ന് നമ്മുടെ വിവാഹം. എന്താ, സമ്മതമാണോ? പറയൂ, സമ്മതമാണോ? എന്നാൽ എല്ലാം മംഗളം. സുന്ദരമായ കടൽ തീരം, മനോഹരമായ സായം സന്ധ്യ. നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പോകുന്ന വഴിക്ക് നോക്കെന്റെ റൂമിൽ കയറിട്ട് പോവാം, അല്ലേ? അയ്യോ, നേരെ ഉരുട്ടി തുടങ്ങി. അമ്മ ചിലപ്പോ. അതിനെന്താ, എന്റെ കൂടെ വരുന്നത്? വേണ്ട, വീട്ടിൽ പോയിട്ട് മതി. അതെന്താ, ഞാൻ സഹായിക്കാലോ. അയ്യോ വേണ്ട. ലേഹ ആദ്യമായിട്ട് മാക്സിഡല്ലേ? അത് ആദ്യം കാണുന്നത് ഞാനായിരിക്കണം. അതുകൊണ്ട് പറഞ്ഞതാ. ഒരു ചെറിയ സ്വാർത്ഥത, അത്രേ ഉള്ളൂ. ഇത്ര നാണിക്കാതിരിക്കുന്നു. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ബ്ലൗസിന്റെ മോളുകൾ ഇട്ടാൽ ശരിയാവില്ല. എന്താ ഇരുത്തിയായിരിക്കണ്ടേ? ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചാണ്. ഞാൻ ഒരു ദിവസം സൗകര്യം പോലെ ഇങ്ങോട്ട് വരാം. നമുക്ക് വിശദമായിട്ട് ഈ മദ്രാസ് പട്ടണം മുഴുവൻ ഒന്ന് ചുറ്റിയിടുന്ന് കണ്ടു കളയാം. ഓ, കണ്ടത് തന്നെ ധാരാളം. ഇനി എന്തോന്ന് വിശദം? എന്തായി കേറുന്നില്ലേ? ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ആ, നമ്മുടെ പ്രൊഡ്യൂസർമാരെ ടെലഗ്രാം വന്നിരുന്നു. അവരുടെ വന്നാൽ റൂം എടുക്കും, എന്നിട്ട് വരെ അറിയിക്കും. അപ്പൊ ഞാൻ വരാം. വരട്ടെ. മറ്റേ കേട്ടാ.
എന്താ ഇത്ര താമസിച്ചത്? കടപ്പുറത്ത് പോണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ പോയി. പോൾരാജിന്റെ മുറിയിൽ പോയോ? പോയോ മോളെ? വയറിന് വന്നോളൂ. വരൂ. നമസ്കാരം. വരണം. നമ്മുടെ പുതിയ ഹീറോയിൻ അല്ലേ? അതെ, ഇരിക്കെ. ഇത് നമ്മുടെ പ്രൊഡ്യൂസർ. ഇത് ഞാൻ ചന്ദ്രന്റെ ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ ഒരു അഭ്യുദയകാംക്ഷി. നമ്മുടെ കഥാപാത്രത്തിന് യോജിച്ച കുട്ടി. പോളിന്റെ സെലക്ഷൻ കൊള്ളാം അല്ലേ മിസ്റ്റർ രാമപുത്രൻ? പോളിനെ സമ്മതിച്ചിരിക്കുന്നു. സ്ക്രിപ്റ്റ് വായിച്ചു കേട്ടപ്പം എന്റെ മനസ്സിൽ തോന്നിയ അതേ മുഖം. ഞങ്ങളുടെ ഭാഗ്യം. വാസ്തവം, ചന്ദ്രന് പടമെടുക്കാൻ തോന്നുന്നതും ഇങ്ങനെ ഒരു കഥ തിരഞ്ഞെടുത്തതും എല്ലാം ഈ കൊച്ചിന്റെ ഭാഗ്യമാണ്. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ചന്ദ്രന് പടം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കോടീശ്വരന്റെ കോടീശ്വരനല്ലേ. എസ്റ്റേറ്റ് ഉണ്ട്, ബസ് സർവീസ് ഉണ്ട്, ബാങ്ക് ഉണ്ട് എന്ന് വേണ്ട, പണം വാരി കൂട്ടാനുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ തോന്നിയത് അത് ഞങ്ങളെ പോലെ കല കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ഭാഗ്യം, അല്ല എന്താ? അതൊക്കെ പോട്ടെ, കഥാപാത്രത്തെ കുറിച്ചെല്ലാം കുട്ടിയോട് സംസാരിച്ച പോലെ. ഇല്ല, ഇവിടെ വന്നിട്ട് സംസാരിക്കാന്ന് വെച്ചു. അയ്യെങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കും. പ്രൊഡ്യൂസറും ഡയറക്ടറും കഥാനായകനും ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തോന്ന് കാര്യം വിശാലാക്ഷി അമ്മയെ. വന്നാട്ടെ, നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. ഇരിക്കുക. സാറിനെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ സാറേ. എന്റെ ഫോട്ടോ പത്രങ്ങളിൽ കണ്ടിരിക്കുന്നു. ഓഹോ. കുറെ കാലം നമ്മുടെ നാട്ടിൽ ഞാനൊരു മന്ത്രിയായിരുന്നു. സാറ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മഹിളാ സംഘത്തിന്റെ ബാലപാടി ഉദ്ഘാടനം ചെയ്യാൻ. അതൊക്കെ ആരോർക്കാൻ, മന്ത്രിസഭ പൊളിഞ്ഞപ്പം അതും പൊളിഞ്ഞില്ലേ. അതൊക്കെ പോട്ടെ, നിങ്ങൾ അമ്മയും മോള് മാത്രമേ ഉള്ളൂ? അവരുടെ അച്ഛനും കൂടെ വന്നു. எவ்வளவு நேரம் ஆச்சு நினைக்கிறேன். அப்புறம் எனக்கு டைம் ஆகுதுல்ல, பசங்களுக்குள்ள ஸ்கூல் போகணும், ஆள்காரம் வந்துருக்கும். വെള്ളിത്തിരിയിലെ ഭാഗ്യം തേടി നഗരത്തിലെത്തുന്ന മറ്റനേകം പെൺകുട്ടികളെ പോലെ ആശ വെടിഞ്ഞ് അധോലോകത്തിന്റെ പിടിയിലൊതുങ്ങി നഗരത്തിന്റെ മറ്റൊരു കോണിലെത്തിയിരിക്കുകയാണ് ലേഖ ഇന്ന്. ഇതന്നെ ഇവിടെ ഈ ലേഖ. അതെ,
ഞാനൊരു പ്രൊഡക്ഷൻ മാനേജറാണ്. എന്റെ പേര് അൻസാരി. ആ ഇരിക്കൂ. കുറെ നാളായി നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നു എന്നറിയാം. 1-2 പ്രാവശ്യം അന്വേഷിക്കുകയും ചെയ്തു. അഡ്രസ് അറിഞ്ഞൂടായിരുന്നു. കുട്ടിയില്ലേ ഇവിടെ? ഉണ്ടല്ലോ. മോളെ ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിലെ 3-4 പെൺകുട്ടികൾ ആവശ്യമുണ്ടായിരുന്നു. അതിന് നമ്മുടെ കുട്ടിയെ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഒരു ചെറിയ റോളാ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ ഇല്ല. അല്ല, ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്ന് വലിയ റോളിൽ എത്തിയിരിക്കുന്നവരെ തുടങ്ങിയ ചെറിയ റോളിൽ നിന്നാ. ഞങ്ങൾക്കറിയാം സാർ. മോളെ കാപ്പി. അയ്യോ വേണ്ട, ഒന്നും വേണ്ട. ഈ റോളിന് നിശ്ചയിച്ചിരിക്കുന്നത് 750 രൂപയാണ്. അതിൽ 250 രൂപ അഡ്വാൻസായി ഞാനിപ്പോ തരും. ബാക്കി 500 രൂപ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മേടിച്ചു തരാം. സമ്മതാണല്ലോ? രൂപയൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ സാർ. ഇതാ അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി. ആദ്യമായിട്ട് അഡ്വാൻസ് കിട്ടുന്നല്ലേ, മോള് വാങ്ങിക്കും. അമ്മ വാങ്ങിക്കും. ആരെങ്കിലും ഒന്ന് വാങ്ങണം. മറ്റന്നാൾ കാലത്ത് 6 മണിക്ക് റെഡി ആയിരിക്കണം. കാറ് വരും. ടിഫൻ കഴിക്കാൻ വരണം. ഞങ്ങള് വീട്ടിൽ നിന്ന് കഴിച്ചതാ. അതുകൊണ്ട് എന്താ ടിഫൻ കഴിക്കാത്ത സിനിമ? സിനിമ തുറന്നു വേണം ടിഫണിൽ നിന്നാ വരണം. ടിഫിനൊന്നും ഇല്ലേ? ഉണ്ട്. ഹലോ, ഇതാണോ? ഇഡ്ലി, വട, പൂരി, പൊങ്കൽ, ദോശ. ഞാൻ പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ട്. അവിടെ വരും. വിശാലും, ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ. മത്സരയുടെ റോൾ ഈ കുട്ടി മതിയല്ലോ. കുട്ടി ഭാഗ്യവതിയാ. ആദ്യമായിട്ട് എന്റെ കയ്യിൽ തന്നെ വന്നത് അതുകൊണ്ടാ. ഈശ്വരൻ നിനക്ക് ഐശ്വര്യമുള്ളൊരു മുഖം തന്നിട്ടുണ്ട്. നീ രക്ഷപ്പെടും കുട്ടി. ചെല്ലേ, സമയമാകുന്നു. ഡ്രസ്സിങ് കഴിഞ്ഞവരൊക്കെ ഒന്ന് പുറത്തിറങ്ങി നിന്നാട്ടെ. അമ്മ കൂടെ ഒന്ന് പുറത്തിറങ്ങി നിന്നാട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കും. സാരി നയിച്ച് അഴിച്ചോളൂ. വല്ലാത്ത ടെമ്പറേച്ചർ. നീ ഇപ്പോഴും ഉണ്ടോടി? ഈടെയായിട്ട് സാറ് എന്നെ ഒന്നും വിളിക്കാറില്ലല്ലോ. ഇവരുടെ റോളൊക്കെ പറഞ്ഞു കൊടുത്തോ? രചനയായിട്ട് ഈ കുട്ടി, അത് രമണി, ഇത് കുമുദം, അത് വത്സല. കുമുദത്തിന്റെ റോൾ ആ കുട്ടി കൊടുക്ക്. പുതിയ കുട്ടിയാ, ഡയലോഗ് കൂടുതലുണ്ട്. കൂടുതലുണ്ട്, പഠിപ്പിക്കണം. തനിക്ക് എന്താണ് ജോലി? ഓക്കെ, റിഹേഴ്സൽ. അപ്പോ ഇതാണ് ഫ്രണ്ടോ. നായിക അവിടെ സുഹൃല കിടക്കുകയാണ്. നിങ്ങൾക്ക് അവരുടെ നായികയുടെ ഫ്രണ്ട്സാണ്. നായിക സുഹൃല കിടക്കുന്ന പറഞ്ഞ് അവരെ കാണാൻ വേണ്ടി നിങ്ങൾ വളരെ ഉത്സാഹത്തിൽ ഓടിച്ചാടി വരികയാണ്. ഓട്ടോ ചാട്ടം ഒന്നും വേണ്ടിടൂ. ഓട്ടോ ചാട്ടം ഒന്നും വേണ്ട, പതുക്കെ നടന്നു വന്നാൽ മാറും. മാലതിയമ്മ മേക്കപ്പ് തീർന്നില്ല. താർന്നു കിടന്നേ.
അപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ? അപ്പൊ അയ്യോ ശ്യാമളെ, നീ തന്നെയാണോ കിടക്കുന്നത്? നിനക്ക് എന്ത് സംഭവിച്ചു? അയ്യോ ഭഗവാനെ, ഭയങ്കര ടെമ്പർ. ടെമ്പറല്ല, ടെമ്പറേച്ചർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. அம்மா, நீங்க இங்க படுத்திருக்கு, உங்க ஃப்ரெண்ட்ஸ் உங்களை பாக்குறதுக்காக வருது. അപ്പൊ അവൾ വന്ന് ശ്യാമളെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ആശ്വാസം തോന്നുന്നുണ്ടോ? അപ്പൊ അമ്മ പറയും കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. റെഡി സാർ? റെഡി? റെഡി, വൺ മോർ ടേക്ക്. റെഡി സാർ? ബുക്ക് ഇടറേ, കൊണ്ടുവാ. ഇതെന്തിനാ? സ്റ്റുഡൻസ് പിന്നെ വട്ടി ഉണ്ടോ വരുന്നത്? ഓ, സ്റ്റുഡൻസ് ആണല്ലേ. അല്ലാതെ റെഡി സാർ? റെഡി സാർ? വൺ മോർ ടേക്ക്. ആക്ഷൻ. ഡയലോഗ്. അയ്യോ ശ്യാമളെ, നീയാണോ ഈ കിടക്കുന്നത്? നിനക്ക് എന്ത് സംഭവിച്ചു? ഭഗവാനെ, ഭയങ്കര ടെമ്പറേച്ചർ. ഇപ്പോഴെങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ട്. ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് ചെയ്യണമെന്നാണ്. ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചയോ? ഇതിൽ നിന്ന് അങ്ങനെ ചില ഏർപ്പാടൊക്കെ ഇല്ലേ സാർ? അതെടുത്തിട്ട് തന്നാ മതി. കമ്മീഷൻ നിങ്ങളുടെ 750 രൂപയിൽ നിന്ന് ഞാൻ എന്ത് കമ്മീഷൻ വാങ്ങിക്കാനാ? സിനി ഫീൽഡിൽ ഒരു വെച്ചുകെട്ടാണ് കമ്മീഷൻ. തൊട്ടതിനെല്ലാം കമ്മീഷൻ. അയ്യോ സാറേ, മറ്റൊന്നും വിചാരിക്കരുത്. മറ്റെന്ത് വിചാരിക്കാന്? ഞാൻ ഈ പണി തുടങ്ങിയിട്ട് 10-15 വർഷമായി. ആരോടും ഞാൻ ഇതുവരെ കമ്മീഷൻ വാങ്ങിച്ചിട്ടില്ല. ആർക്കും പെണ്ണ് കൂട്ടി കൊടുത്തിട്ടുമില്ല. ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്നു, ജീവിക്കുന്നു. വരട്ടെ. ആ പെണ്ണേ, നിന്റെ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ 1-2 പ്രൊഡ്യൂസർമാരോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ചിലപ്പോ വന്നേക്കും. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ശരി. പുഷ്പ ചേച്ചി, ഓർമ്മയുണ്ടോ? പിന്നെ ഓർക്കാതിരിക്കുമോ? നിങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരൂ, കാറിൽ കയറും, ഞാൻ കൊണ്ടുവിടാം. വരൂ. മദ്രാശി വന്നിട്ട് എന്തൊക്കെ കണ്ടു? ഏതാണ്ടൊക്കെ കണ്ടു എന്റെ മോളെ. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു? എന്റെ വീട്ടിലൊന്ന് കയറിട്ട് പോയാ പോരെ? കൊള്ളാമല്ലോ, പഠിച്ചു പോയാലോടി മിടുക്കി. ഇനി രക്ഷപ്പെട്ട തന്നെ. അമ്മേ, ഞാനൊരു ലേഖയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഓ, മനസ്സിലായി. ഇവൾ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. വരൂ. ഇരിക്കൂ. ഇതെന്റെ ഇളയ അനിയന ബാബു. അത് അവന്റെ മൂത്തത്, പേര് മാലിനി. ഇത് ചിത്ര, എന്റെ നേരെ ഇളയ അനിയത്തിയ. BA ഫസ്റ്റ് എന്ന് പഠിക്കുന്നു. ഇത് സരസു, SSLCക്ക് 4 തവണ തോറ്റു, പഠിത്തം നിർത്തി. മോഹൻ. ഇത് ദേവകി. നോക്ക്, ലേഖ അമ്മ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച് വിളിച്ചതാ. മോള് പോയി കാപ്പിയും പലഹാരമൊക്കെ എടുത്തു വെക്ക്. മക്കൾ വന്നിട്ട് കുറെ നാളായി അല്ലേ? അമ്മമാര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും. ലേഖ, നീ വാ, എന്റെ മുറി പോ. ലേഖയ്ക്ക് ചാൻസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ചെറിയ ചെറിയ റോളുകളൊക്കെ കിട്ടുന്നുണ്ട്.